പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്ത സാഹചര്യത്തിൽ മുകേഷ് രാജിവെക്കുമോ, CPM രാജി ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് ആദ്യം സമാനമായ കേസുണ്ടായിരുന്ന UDF-ലെ MLA-മാർ രാജിവെക്കട്ടെ എന്നാണ് EP ജയരാജൻ പറയുന്നത്. ആദ്യത്തെ കേസുകളിൽപ്പെട്ട MLA-മാർ രാജിവെച്ചാൽ മൂന്നാമത്തെ ആളുടെ മുന്നിലും അതല്ലേ വഴിയുള്ളൂ എന്നാണ് ഇടതുമുന്നണി കൺവീനറായ ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നത്. സ്ത്രീ സംരക്ഷണത്തിനും സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കാനും ഒരു സർക്കാരും നടപടി സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ച് നാടിനാകെ മാതൃകയാകുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത്. സിനിമാ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കണം, സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്തണം. ഈ രംഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റായ പ്രവണതകളും ശീലങ്ങളും അവസാനിപ്പിച്ച് സംശുദ്ധമാക്കണം. അതിന് ഫലപ്രദമായ നടപടികളാണ് സർക്കാർ ചെയ്യുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമ പരാതികളിൽ മുഖം നോക്കാതെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ സ്വീകരിച്ച ഒരു നടപടിയെക്കുറിച്ചും ആർക്കും ആക്ഷേപം പറയാനില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 7 IPS ഉദ്യോഗസ്ഥർ, അതിൽ 4 വനിതാ IPS ഓഫീസർമാർ ഉൾപ്പെടുന്ന സംഘത്തെ നിയോഗിച്ച് ഫലപ്രദമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ആര് തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. നീതിപൂർവകമായ തെറ്റുകൾക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കും. തെറ്റുകൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷയും നടപടിയും ഉണ്ടാകും എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എല്ലാ തെറ്റുകൾക്കും എതിരെ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റാണ്. ഇതുവരെയും ശരിയായ നിലപാട് സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും അത് തന്നെ തുടരും. നിങ്ങൾക്കത് കാത്തിരുന്നു കാണാം. തെറ്റ് ചെയ്ത ഒരാളെയും ഇടത് സർക്കാർ രക്ഷിക്കില്ല. കേരള സംസ്കാരത്തെയും കേരളത്തിന്റെ കലയെയും സിനിമയെയും അപകീർത്തിപ്പെടുത്തി സമൂഹത്തിന് മുന്നിൽ ഇടിച്ചു താഴ്ത്തരുത്. അതേസമയം തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നിലപാട് തന്നെ സ്വീകരിക്കുന്നതാണ്. CPM ഉന്നതമായ നിലപാട് തന്നെ സ്വീകരിക്കും. നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. അതേസമയം തനിക്കെതിരായ ആരോപണം രാഷ്ട്രീയ നീക്കമാണെന്നാണ് നടനും കൊല്ലം MLA-യുമായ മുകേഷ് തുറന്നടിച്ചത്. 6 വർഷങ്ങൾക്ക് മുൻപ് ഉന്നയിച്ച ആരോപണമാണിത്. അപ്പോൾ പോലും പറഞ്ഞത് 20 വർഷങ്ങൾക്ക് മുൻപത്തെ ആരോപണമാണ് ഇതെന്നാണ്. ആ കേസ് എന്തായി? 6 കൊല്ലത്തിന് ശേഷം വീണ്ടും വന്നിട്ട് ഞാൻ അത് ഓർക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ലെന്നാണ് മുകേഷ് പറഞ്ഞത്. 6 വർഷം മുൻപ് ഇത്തരമൊരു ആരോപണം വന്നപ്പോൾ ഞാൻ പിടിക്കപ്പെട്ടു. ഇപ്പോൾ രാജിവെക്കുമെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്ത് സ്ഥാനാർത്ഥിയാകാനുള്ള അടിവരെ നടന്നു. രാഷ്ട്രീയ ലക്ഷ്യമാണ് ഈ ആരോപണത്തിന് പിന്നിലെന്നും മുകേഷ് തറപ്പിച്ച് പറയുകയാണ്.